ഗുഡ് മോർണിംഗ്. ബോട്ടണിയുടെ നെക്സ്റ്റ് ചാപ്റ്ററാണ് പ്ലാന്റ് കിങ്ഡം. നോക്കാം. ഫസ്റ്റ് പഠിക്കുന്നത് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ്. അതിലൊന്നാമത്തത് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അതായത് ഈ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത് ചില മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഈ അതായത് ഈ പ്ലാന്റ്സിൻ്റെ കളറോ അല്ലെങ്കിൽ ഇവരുടെ ലീവ്സിൻ്റെ എണ്ണമോ ലീവ്സിൻ്റെ ഷേപ്പോ അല്ലെങ്കിൽ ഇവർ ഏത് ലൊക്കാലിറ്റിയിലാണ് ജീവിക്കുന്നത് എന്ന രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിരിക്കുന്നത് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള കളർ അല്ലെങ്കിൽ നമ്പർ ആൻഡ് ഷേപ്സ് ഓഫ് ലീവ്സ് ഒക്കെയാണ്. ഓക്കെ, അടുത്തത് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഈ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിരിക്കുന്നത് ചില നാച്ചുറൽ അഫിനിറ്റീസിനെയാണ്. അതായത് ചില എക്സ്റ്റേണൽ ഫീച്ചേഴ്സോ, അതായത് ഈ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ മോർഫോളജിയും ഇൻറ്റേർണൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അനാട്ടമിയുമാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഇതിൽ തന്നെ നമുക്ക് എംബ്രിയോളജിയും ഫൈറ്റോ കെമിസ്ട്രിയും ഒക്കെ ഉൾപ്പെടുത്താൻ പറ്റും. എംബ്രിയോളജി എന്ന് വെച്ചാൽ എന്താണ്? എംബ്രിയോ ആയിരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ എംബ്രിയോയെക്കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് എംബ്രിയോളജി. ഫൈറ്റോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സസ്യങ്ങളിൽ നിന്നും നമുക്ക് കുറേ കെമിക്കൽസ് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റും, ഒക്കെ ആൽക്കലോയിഡ്സ് ഒക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്ന ശാഖയാണ് ഫൈറ്റോ കെമിസ്ട്രി എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് ബെന്താമും ഹൂക്കറുമാണ്. ഓക്കെ, ജോർജ് ബെന്താമും ഹൂക്കറുമാണ് ഈ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ടൈപ്പാണ് ഫൈലോജെനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിരിക്കുന്നത് ഈ പരിണാമപരമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, ഇവല്യൂഷണറി റിലേഷൻഷിപ്പ്, അത് വച്ചിട്ടാണ്, ഓർഗാനിസത്തിൻ്റെ പരിണാമപരമായിട്ടുള്ള ബന്ധം വച്ചിട്ടാണ് ഈ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഓരോന്നിനെയും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, സെക്കൻഡ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, മൂന്നാമത്തത് ഫൈലോജെനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഈ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനൊന്നും എൻഡ് ചെയ്തിരുന്നില്ല. ഒരുപാട് സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ വീണ്ടും വീണ്ടും ഓരോ ആൾക്കാർ പ്രപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഈ 3 സിസ്റ്റം ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഇതിൽ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത വ്യക്തിയുടെ പേര് കാൾ ലിനേയസ് ആരാണെന്ന് നമുക്കറിയാം. ബൈനോമിയൽ നോമൻക്ലേച്ചറൊക്കെ പ്രപ്പോസ് ചെയ്ത വ്യക്തിയുടെ പേരാണ് ആര്? കാൾ ലിനേയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാൾ ലിനേയസ് ആണ് എന്തിനെ പ്രപ്പോസ് ചെയ്തത്? ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. രണ്ടാമത്തത് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, അത് പ്രപ്പോസ് ചെയ്ത ആരാണ്? ജോർജ് ബെന്താമും ഹൂക്കറുമാണ്. ഫൈലോജെനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്ത വ്യക്തിയുടെ പേരൊന്നും പഠിക്കാനില്ല, ബേസ് ചെയ്തിരിക്കുന്നത് ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് ആണെന്ന് മാത്രം പഠിക്കുക. ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിലാണെങ്കിൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ചില മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ സിസ്റ്റത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അനാട്ടമിക്കലി അതുപോലെ മോർഫോളജിക്കലി ഉള്ള കുറേ ക്യാരക്ടേഴ്സിൻ്റെ ബേസിസിലാണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ഇതെന്നാലും ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടാക്സോണമിയും ഇതിൽ വലിയ ഇമ്പോർട്ടൻസ് ഉള്ളതല്ല. നിങ്ങൾക്ക് ആൽഗെ മുതലാണ് വലിയ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, ഇതെല്ലാം ആ ഒരു ജസ്റ്റ് ഒന്ന് കേൾക്കുക, ആ ടേംസൊക്കെ ജസ്റ്റ് ഒന്ന് കേൾക്കുക. പഠിക്കുന്നത് ടൈപ്സ് ഓഫ് ടാക്സോണമിയാണ്. അതിൽ ഫസ്റ്റ് വൺ ന്യൂമറിക്കൽ ടാക്സോണമി. ആ വേർഡിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടിക്കാണും. ഓക്കെ, അപ്പോൾ നമ്പേഴ്സും അതുപോലെ കോഡ്സും ഒക്കെ ആയിരിക്കും ഓരോ ക്യാരക്ടേഴ്സിനും നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതായത് ഓരോ ക്യാരക്ടേഴ്സിനും നമ്പേഴ്സും കോഡ്സും ഒക്കെ അസൈൻ ചെയ്തതിന് ശേഷം അത് ഡേറ്റയായിട്ട് എന്ത് ചെയ്യും? കമ്പ്യൂട്ടറിൽ പ്രോസസ്സ് ചെയ്യപ്പെടും. ഈ ടാക്സോണമിയെ വിളിക്കുന്ന പേരാണ് ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂമറിക്കൽ ടാക്സോണമിയിൽ നമ്പേഴ്സ് ആൻഡ് കോഡ്സ് ആർ അസൈൻഡ് ടു ഈച്ച് ക്യാരക്ടർ ആൻഡ് ഡേറ്റ ഈസ് പ്രോസസ്ഡ് ഇൻ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് ന്യൂമറിക്കൽ ടാക്സോണമി. രണ്ടാമത്തത് സൈറ്റോ ടാക്സോണമി. സൈറ്റോ ടാക്സോണമി എന്ന് കേൾക്കുമ്പോൾ ആ വാക്കിലുണ്ട് സൈറ്റോ. എന്താ സൈറ്റോ എന്ന വാക്കിനർത്ഥം? അതായത് സെല്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഈ ടാക്സോണമിയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻസ് ആയിട്ടുള്ള
എസ്പെഷ്യലി നമ്മുടെ ഈ ക്രോമസോംസിൻ്റെ നമ്പരും ക്രോമസോംസിൻ്റെ ഷേപ്പും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ടാക്സോണമിയാണ് സൈറ്റോ ടാക്സോണമി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തത് കീമോ ടാക്സോണമി. കീമോ ടാക്സോണമി എന്ന് പറയുമ്പോൾ കീമോ എന്ന വാക്കിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കാണും അതായത് നമ്മുടെ ഈ ഓർഗാനിസത്തിൽ നമ്മൾ ഏതിനെയാണോ ക്ലാസിഫൈ ചെയ്യാൻ ചൂസ് ചെയ്യുന്നത് ആ ഓർഗാനിസത്തിൻ്റെ ബോഡിയിലുള്ള ചില കെമിക്കൽസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ടാക്സോണമിക്ക് വിധേയമാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് കീമോ ടാക്സോണമി. ഫസ്റ്റ് വൺ ന്യൂമെറിക്കൽ ടാക്സോണമി, സെക്കൻഡ് വൺ സൈറ്റോ ടാക്സോണമി, മൂന്നാമത്തത് കീമോ ടാക്സോണമി. ന്യൂമെറിക്കൽ ആവുമ്പോൾ നമ്പേഴ്സും കോഡ്സും ഒക്കെ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനും കൊടുത്തതിന് ശേഷം ഈ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ വെച്ചിട്ടായിരിക്കും. സൈറ്റോ ടാക്സോണമി പറയുമ്പോൾ സൈറ്റോളജിക്കൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള എസ്പെഷ്യലി ക്രോമസോമിൻ്റെ നമ്പരും ഷേപ്പും വെച്ചിട്ടായിരിക്കും ക്ലാസിഫൈ ചെയ്യുന്നത്. കീമോ ടാക്സോണമിയിലാണെങ്കിൽ ആ ഓർഗാനിസത്തിൻ്റെ ബോഡിയിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഓക്കെ, നോക്കാം. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് ഈ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആൽഗെ. നമ്മൾ ഈ ആൽഗെ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതായത് ഈ പായൽ പോലുള്ള ചെറിയ ചെറിയ സസ്യങ്ങളെ വിളിക്കുന്ന പേരാണ് ആൽഗെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആൽഗയ്ക്ക് ക്ലോറോഫിലുണ്ട്. ആൽഗയ്ക്ക് എന്തുണ്ട്? ക്ലോറോഫിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പച്ച നിറത്തിലല്ലേ കൂടുതലും പായലുകളെ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്ലോറോഫിൽ ബിയറിംഗ് ആയിട്ടുള്ള സിമ്പിൾ താലോയിഡ് ഓർഗാനിസത്തിനെ വിളിക്കുന്ന പേരാണ് ആൽഗെ എന്ന് പറയുന്നത്. ഓക്കെ, താലോയിഡ് എന്ന് പറഞ്ഞാൽ ആ ആൽഗയുടെ പ്ലാന്റ് ബോഡിയെ വിളിക്കുന്ന പേരാണ് താലോയിഡ് അല്ലെങ്കിൽ താലസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലോറോഫിലുള്ള താലസിനെ വിളിക്കുന്ന സിമ്പിൾ താലസിനെ വിളിക്കുന്ന പേരാണ് ഇത് ആൽഗെ എന്ന് വിളിക്കുന്നത്. യൂഷ്വലി ഈ ആൽഗയൊക്കെ കാണുന്നത് നമുക്കറിയാം അക്വാട്ടിക് ആയിട്ടുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ വെള്ളമുള്ള ഡാമ്പി ആയിട്ടുള്ള പ്രദേശങ്ങളിലോ ആണ് നമുക്ക് എന്ത് കാണാൻ കഴിയുന്നത്, ആൽഗേസിനെ കാണാൻ കഴിയുന്നത്. അല്ലാതെ സൺലൈറ്റ് കറക്റ്റായിട്ട് കിട്ടുന്ന ഭാഗങ്ങളിലൊന്നും അല്ല എന്ത് വളരുന്നത്, ആൽഗെ വളരുന്നത്. നമ്മൾ തന്നെ ഈ മഴ പെയ്ത ടെറസിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തിനെ കാണാം, പായൽ കാണാം. കുറച്ച് നല്ല വെറി വന്നതിന് ശേഷം പിന്നെ നമ്മൾ നോക്കുമ്പോൾ എന്ത് കാണാൻ കഴിയില്ല, ഈ ആൽഗേസിനെ കാണാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യം യൂഷ്വലി ഇവരെങ്ങനെയാണ്, അക്വാട്ടിക്കാണ്. ദെൻ ഈ ആൽഗെ തന്നെ യൂണിസെല്ലുലാർ ആയിട്ടുള്ളതുണ്ട്, കോളനി ആയിട്ട് കഴിയുന്നത്, ഫിലമെൻറ്റസ് മുതൽ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ആൽഗേസിനെ വരെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഡൈവേഴ്സിറ്റി നമുക്ക് ആൽഗേസിൽ കാണാൻ കഴിയും. ദെൻ ഈ വാസ്കുലർ ടിഷ്യൂസൊക്കെ എന്തിൽ ആബ്സെൻ്റ് ആയിരിക്കും, ആൽഗീസിൽ ആബ്സെൻ്റ് ആയിരിക്കും. ആൽഗയൊക്കെ പ്രിമിറ്റീവായിട്ടുള്ള ഗ്രൂപ്പ്സിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വാസ്കുലർ ടിഷ്യൂസ് എന്താണ്, ആബ്സെൻ്റ് ആണ്. വാസ്കുലർ ടിഷ്യൂ എന്ന് പറയുമ്പോൾ സൈലോം ഫ്ലോയവും ഇവിടെ എന്താണ്, ആബ്സെൻ്റ് ആണ്. ആൽഗേസിൽ സൈലോം ഫ്ലോയവും ആബ്സെൻ്റ് ആണ്. അവർ ചേർത്താണ് നമ്മൾ വാസ്കുലർ ടിഷ്യൂ എന്ന് പറഞ്ഞത്. ദെൻ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കും. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്രാഗ്മെൻറ്റേഷനിലൂടെയാണ്. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഈ ആൽഗയുടെ ഓരോ പീസും മുറിഞ്ഞു പോയതിന് ശേഷം ആ ഓരോ പീസിൽ നിന്നും പുതിയ പുതിയ എന്തുണ്ടാവും, ആൽഗെ ഉണ്ടായി വരും. അതിനെ വിളിക്കുന്ന പേരാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, പേര് ഫ്രാഗ്മെൻറ്റേഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഗമീറ്റുകളുടെ ഇൻവോൾവ്മെൻറ്റ് ഇല്ലാതെ പുതിയ തൈച്ചെടികൾ പുതിയ സസ്യം ഉണ്ടാകുന്നതിനെയാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, കായിക പ്രജനനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത് സ്പോറുകളുടെ സഹായത്തോടു കൂടിയാണ്. ഓക്കെ, അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത് എങ്ങനെയാണ്, സ്പോറുകളുടെ സഹായത്തോടു കൂടിയാണ്. യൂഷ്വലി സൂ സ്പോറുകളാണ് ഇവിടെ ഈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ക്യാരി ചെയ്യുന്നത്. സൂ സ്പോർ എന്ന് പറയുമ്പോൾ മോട്ടൈലായിട്ടുള്ള സ്പോറുകളാണ് സൂ സ്പോർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെൻറ്റേഷനിലൂടെയും അസെക്ഷൽ റീപ്രൊഡക്ഷൻ സ്പോറുകളുടെ ഹെൽപ്പോടു കൂടിയാണ് ചെയ്യുന്നത്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെ നടക്കും ചോദിച്ചാൽ ഗമീറ്റുകളുടെ ഫ്യൂഷൻ വഴിയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നത് ആൽഗേസിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കാം. നമ്മുടെ ഭൂമിയിൽ 50% കാർബൺ ഡൈ ഓക്സൈഡിനെയും ഫിക്സ് ചെയ്യുന്നത് ആരാണ്, ഈ ആൽഗേസ് ആണ്. ഓക്കെ, ഭൂമിയിലെ 50% കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്നത് ആരാണ്, ആൽഗകളാണ്. ഈ ആൽഗേസിനെ നമുക്ക് അനിമൽസിന് ഫോഡറായിട്ട് കൊടുക്കാൻ പറ്റും. കാലിത്തീറ്റയായിട്ട് എന്തിനു കൊടുക്കാൻ പറ്റും, ആൽഗയെ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പോർഫൈറ, ലാമിനാരിയ, സർഗാസം മുതലായ ആൽഗകളെ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പോർഫൈറ, ലാമിനേരിയ, സർഗാസം ഒക്കെ എഡിബിളായിട്ടുള്ള ആൽഗേസ് ആണ്. ഇനി അഗർ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഉണ്ട്. ഈ അഗർ എന്ന് പറയുന്ന ഒരു ജെല്ലി ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. ഇത് ലഭിക്കുന്നത് ഗ്രാസിലേറിയ, ജെലീഡിയം മുതലായ ആൽഗകളിൽ നിന്നുമാണ്
അഗർ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ലഭിക്കുന്നത്. ഈ അഗറിൻ്റെ യൂസ് ടിഷ്യൂ കൾച്ചർ ചെയ്യുമ്പോൾ ടിഷ്യൂ കൾച്ചറിലുള്ള ആ മീഡിയമായിട്ട് അല്ലെങ്കിൽ ആ ഗ്രോ ചെയ്യുന്ന നമ്മൾ ഈ കുഞ്ഞ് തൈച്ചെടി വളർത്തിയെടുക്കുന്ന ഒരു മീഡിയം ഇല്ലേ, ഓക്കെ, അതിനുള്ള ന്യൂട്രിയൻ്റ് മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത് ഈ അഗാറാണ്. ഓക്കെ, ദെൻ ബ്രൗൺ ആൽഗ ആയിട്ടുള്ള ലാമിനറിയിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യുന്ന, അതായത് നമുക്ക് ലഭിക്കുന്ന ഒരു പദാർത്ഥമാണ് ആൽജിൻ എന്ന് പറയുന്നത്. ഈ ആൽജിൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പം ബ്രൗൺ ആൽഗ ആയിട്ടുള്ള ലാമിനറിയിൽ നിന്നുമാണ് ആൽജിൻ ലഭിക്കുന്നത്. ആൽജിൻ്റെ യൂസ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ സ്പേസ് ട്രാവലേഴ്സൊക്കെ ഫുഡായിട്ട് ഉപയോഗിക്കുന്നത് ക്ലോറെല്ല, അതുപോലെ സ്പൈറുലിന മുതലായ ആൽഗകളാണ്. ഓക്കെ, ക്ലോറെല്ല, സ്പൈറുലിന മുതലായ ആൽഗകളെയാണ് ആരുപയോഗിക്കുന്നത്? സ്പേസ് ട്രാവലേഴ്സ് ഉപയോഗിക്കുന്നത്. ഇതിൽ പ്രോട്ടീൻ റിച്ച്ഡ് ഫുഡാണ് നമുക്ക് ഈ ക്ലോറെല്ലയിലും സ്പൈറുലിനയിലും കാണാൻ കഴിയുന്നത്. ഇതിനെ ക്ലോറെല്ലയും സ്പൈറുലിനയും നമ്മൾ SCP എന്ന് വിളിക്കും, സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് വിളിക്കും. ഓക്കെ, ക്ലോറെല്ലയും സ്പൈറുലിനെയും വിളിക്കുന്നത് SCP എന്നാണ്, അതായത് സിംഗിൾ സെൽഡ് പ്രോട്ടീൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നോക്കാം. എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞത്. എന്തുവാണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുമെന്ന് പറഞ്ഞു, ഫോഡറായിട്ട് ഉപയോഗിക്കും, ഒരുപാട് ആൽഗേസ് എഡിബിളായിട്ടുണ്ട്. അഗർ എന്ന് പറയുന്നത് ഗ്രാസിലേറിയത്തിൽ നിന്നും ജെറീഡിയത്തിൽ നിന്നും ലഭിക്കുന്ന ജെല്ലി സബ്സ്റ്റൻസ് ആണ് ഏതെന്ന് പറയുന്നത്? അഗർ എന്ന് പറയുന്നത്. പിന്നെ ക്ലോറെല്ലയും സ്പൈറുലിനെയും എന്താണെന്ന് പറഞ്ഞു? സ്പേസ് ട്രാവലേഴ്സൊക്കെ ഉപയോഗിക്കുന്നതാണ്. SCP ആണ്, സിംഗിൾ സെൽ പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞു. ഇനി പറയാനുള്ളത് നമ്മുടെ ആൽഗീസിൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത്. അതായത് ഐസോഗ്യാമസ്, അനൈസോഗ്യാമസ്, ഊഗ്യാമസ്. അതായത് അവരുടെ ഈ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട 3 ടേംസാണ് ഐസോഗ്യാമസ്, അനൈസോഗ്യാമസ്, ഊഗ്യാമസ്. ഫസ്റ്റ് വൺ ഐസോഗ്യാമസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു സെക്ഷൽ റീപ്രൊഡക്ഷന് 2 ഗമീറ്റുകളുടെ ഫ്യൂഷൻ വഴിയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ ഈ 2 ഗമീറ്റുകളും ഒരുപോലെ ഇരിക്കുമെങ്കിൽ അവയെ വിളിക്കുന്ന പേരാണ് ഐസോഗ്യാമസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് നോൺ മോട്ടൈലായിട്ടുള്ളതോ മോട്ടൈലായിട്ടുള്ളതോ ആവാം. ഇതിൽ നോൺ മോട്ടൈലാണെങ്കിൽ 2 ഗമീറ്റ്സും നോൺ മോട്ടൈലും അതുപോലെ ഒരേ സൈസിലും ഒരേ ഷേപ്പിലും ഒക്കെ ഇരിക്കുന്നതാണെങ്കിൽ അതിനെ ഐസോഗ്യാമസ് എന്ന് വിളിക്കാം. ഇനി അവർ മോട്ടയിലാണെങ്കിൽ 2 മോട്ടയിലും ഒരേ സൈസും ഷേപ്പും ഒക്കെ ആണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഐസോഗ്യാമസ് എന്ന് വിളിക്കാം. ഓക്കെ, ഈ ക്ലാമിഡോമോണാസ് എന്ന് പറയുന്ന ആൽഗീസിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഐസോഗ്യാമസ് ആയിട്ടുള്ള ഗമീറ്റുകളാണ്. അടുത്തത് അനൈസോഗ്യാമസ്. അനൈസോഗ്യാമസ് എന്ന് പറയുമ്പോൾ ഡിസിമിലർ ആയിട്ടുള്ള, അതായത് സൈസിലും അവരുടെ ഫീച്ചേഴ്സിലും ഒക്കെ ഡിസിമിലർ ആയിട്ടുള്ള ഗമീറ്റ്സുകളുടെ ഫ്യൂഷനെ വിളിക്കുന്ന പേരാണ് അനൈസോഗ്യാമസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഊഗ്യാമസ്. ഊഗ്യാമസ് എന്ന് പറയുമ്പോൾ ഫ്യൂഷൻ എന്താണ്? ഒരു ലാർജ് ആയിട്ടുള്ളതും ഒരു സ്മോൾ ആയിട്ടുള്ളതുമായിട്ടുള്ള ഗമീറ്റിൻ്റെ ഫ്യൂഷനെ വിളിക്കുന്ന പേരാണ് ഊഗ്യാമസ് എന്ന് വിളിക്കുന്നത്. ഇതിൽ ആ ലാർജ് ആയിട്ടുള്ള ഗമീറ്റ് മോട്ടൈലല്ല, നോൺ മോട്ടൈലാണ്. ഇനി ചെറുതുണ്ടല്ലോ, ചെറുതായിട്ടുള്ള ഗമീറ്റ് മോട്ടൈലായിട്ടുള്ള ഗമീറ്റ് ആയിരിക്കും. യൂഷ്വലി മെയിൽ ഗമീറ്റ് മോട്ടൈലും ഫീമെയിൽ ഗമീറ്റ് നോൺ മോട്ടൈലും ആയിരിക്കും. അതിന് എക്സാമ്പിളാണ് ഈ വോൾവോക്സ്. വോൾവോക്സ് എന്ന് പറയുമ്പോൾ ഒരു കോളനി ആയിട്ട് കാണപ്പെടുന്ന ആൽഗയാണ് ഈ വോൾവോക്സ് എന്ന് പറയുന്നത്. അതുപോലെ ഫ്യൂക്കസ്. ഓക്കെ, അപ്പോൾ ഊഗ്യാമസ് എന്ന് പറയുന്നത് ഫ്യൂഷൻ ബിറ്റ്വീൻ വൺ ലാർജ് ആൻഡ് നോൺ മോട്ടൈൽ ആൻഡ് സ്മോൾ ആൻഡ് മോട്ടൈൽ ഗമീറ്റ്സ്. ഓക്കെ, അനൈസോഗമസ് ആണെങ്കിൽ ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് ഓഫ് ഡിസിമിലർ സൈസ്, ഷേപ്പ് ആൻഡ് ക്യാരക്ടേഴ്സ് എക്സെട്ര. ഐസോഗ്യാമസ് ആണെങ്കിൽ ഫ്യൂഷൻ ബിറ്റ്വീൻ സിമിലർ സൈസ്ഡ് ഗമീറ്റ്സ് ഈസ് കോൾഡ് ഐസോഗമീറ്റ്സ്. ഓക്കെ, അപ്പോൾ അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ വെച്ചിട്ട് പറഞ്ഞ 3 ടേംസാണ് ഈ ഐസോഗ്യാമസ്, അനൈസോഗ്യാമസ്, ഊഗ്യാമസ് എന്ന് പറയുന്നത്. ഐസോഗ്യാമസ് എന്ന് പറഞ്ഞാൽ ഒരേ സൈസും ഒരേ ഷേപ്പും ഒരേ ക്യാരക്ടേഴ്സും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് പുതിയൊരു ചാപ്റ്ററാണ് പ്ലാൻ കിങ്ഡം. നിങ്ങൾ നോക്കുക, ഇതിൽ ആൽഗ മുതലുള്ള കാര്യങ്ങളാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ആൽഗയുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ട് അത്യാവശ്യം നന്നായിട്ട് പഠിച്ചാലേ ബാക്കി പഠിക്കാൻ പറ്റുള്ളൂ.